കൊച്ചി പനമ്പള്ളി നഗറിൽ ഫ്ളാറ്റിന്റെ പില്ലർ തകർന്നു. RDS അവന്യൂ 1 എന്ന ഫ്ളാറ്റിലെ പില്ലറാണ് തകർന്നത്. തകർന്ന ബ്ലോക്കിലെ ആളുകളെ മാറ്റുകയാണ് ഇപ്പോൾ. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. ആൻമരിയ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ആൻമരിയ, ഈ RDS ഈ സാധാരണ ഈ പ്രശ്നങ്ങൾ വിവാദങ്ങളിലൊക്കെ പെട്ട RDS കൺസ്ട്രക്ഷൻസിന്റെ ആ ഫ്ളാറ്റ് തന്നെയാണോ? എത്ര വർഷം പഴക്കമുണ്ട്? ഇത് എന്താണ് ഇപ്പോൾ സംഭവിച്ചത്? കൃത്യമായിട്ടുള്ളൊരു ഉത്തരം അത് ഈ ഫ്ളാറ്റിന്റെ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ലഭിച്ചിട്ടില്ല. അതവര് സംസാരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുമില്ല. കാരണം ഈ കൗൺസിലർ അടക്കമുള്ള ആളുകളെ ഇവർ വിവരം അറിയിക്കുന്നത് ഇവരല്ല, അതായത് ഈ ഫ്ളാറ്റിന്റെ അധികൃതരല്ല വിവരം അറിയിക്കുന്നത്. ഈ ശബ്ദം കേട്ടുകൊണ്ട് വലിയൊരു ശബ്ദം രാവിലെ ഉണ്ടാകുന്നു. ഈ ശബ്ദം കേട്ടുകൊണ്ട് ഈ പരിസരത്തുള്ള ആളുകളൊക്കെ മറ്റുള്ളവരെ അറിയിക്കുന്നു. പിന്നെ ഇവരുടെ ഈ ഇവിടെയുള്ള സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു വ്യക്തിയെ വിവരം അറിയിക്കുന്നു. അപ്പോൾ ആ വ്യക്തി വഴിയാണ് പല ആളുകളും, അതായത് കൗൺസിലർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിവരം അറിഞ്ഞ് ഈ ഭാഗത്തേക്ക് എത്തുന്നത്. അല്ലാണ്ട് ഈ ഫ്ളാറ്റിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ട് എന്താണ് ഉത്തരമെന്ന് നൽകാനായിട്ട് സാധിച്ചിട്ടില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, വലിയ തരത്തിലുള്ള ഒരു പഴക്കമൊന്നും ഈ ഫ്ളാറ്റിനില്ല. ഇതിൽ ഒരു ബ്ലോക്കിലാണ് ഈ RDS അവന്യൂ 1 എന്ന് പറയുന്ന ഫ്ളാറ്റിന്റെ ഒരു ബ്ലോക്കിലാണ് ഈ താഴത്തെ പില്ലർ പൂർണ്ണമായിട്ടും തകർന്നു പോകുന്നത്. അതിൽ നിന്ന് 24 ആണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് ആ ആളുകളെ മുഴുവൻ ഈ ബ്ലോക്കിൽ നിന്നും ഒഴിപ്പിച്ചിട്ടുണ്ട്. നിലവിലെ എല്ലാവരെയും ഒഴിപ്പിച്ചിട്ടുണ്ട്. സാധനങ്ങളെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സ്ഥലത്തേക്ക് എത്തി പരിശോധന നടത്തുന്നുണ്ട്. കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം നൽകണമെങ്കിൽ, എന്താണ് കാരണം എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയണമെങ്കിൽ ഇതിന്റെ അധികൃതരുടെ ഭാഗത്ത് നിന്നുള്ള ഒരു മറുപടി ഉണ്ടാകണം. പക്ഷേ അത് ലഭ്യമായിട്ടില്ല. നമുക്ക് ഈ പ്രദേശത്തുള്ളവരോട് ചോദിക്കാം, നിങ്ങൾ ശബ്ദം കേട്ടിട്ടാണോ വരുന്നത്? ഇവർ പറഞ്ഞറിഞ്ഞു വരുന്നവരാണോ? ഒരാള് വിളിച്ചു പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ എത്തിയത്. എത്തിക്കഴിഞ്ഞ് ഞാൻ കയറി നോക്കിയപ്പോൾ വളരെ അവസ്ഥയാണ് ഫ്ളാറ്റിന്റെ. കാരണം പില്ലർ മൊത്തം പൊട്ടി, കമ്പി മൊത്തം കാണാം. അത് കഴിഞ്ഞപ്പോൾ തന്നെ അവർ വലിയൊരു ഷീറ്റ് ഇട്ട് മൂടി, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, വലിയൊരു ഷീറ്റ് ഇട്ട് മൂടിക്കളഞ്ഞു. കാരണം ഇവരാരും അറിയിച്ചിട്ടില്ല. ഇവരെ ഫ്ളാറ്റ് ആരും അറിയിക്കാതെ കൊണ്ടു നടക്കുന്നത്. ഞാൻ വന്നിട്ട് എല്ലാവരും വിളിച്ചറിയിച്ചത്, സ്റ്റേഷനിൽ അറിയിച്ചു, കൗൺസിലറിനെ വിളിച്ചു, ഫയർഫോഴ്സിനെ വിളിച്ചിട്ടുണ്ട്, നാട്ടുകാരും വിളിച്ചങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ട്. കാരണം ഇവര് ഇത്രയും വലിയ അപകടം ഈ നാട്ടിലുണ്ടായിട്ട് ഇത് മൂടി വെച്ചുകൊണ്ടുള്ള ഇതാണ് കാണിച്ചുകൊണ്ട്. കാരണം നമ്മൾ കയറിയിട്ട് നമ്മളെല്ലാവരും അടിച്ച് പുറത്താക്കണമായിരുന്നു. ഇവര് ആരും കാണിക്കാതെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഷീറ്റിട്ട് മൂടി വെച്ചാൽ വീഡിയോ. ഇവര് ഇതുവരെ കൃത്യമായിട്ടൊരു ഉത്തരം തരാൻ വേണ്ടിയിട്ട്, നിങ്ങൾ പാർട്ടിയുടെ ആളുകളൊക്കെയാണല്ലോ, നിങ്ങൾക്കൊരു ഉത്തരം നൽകാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നത്, നമ്മളിവിടെ പാർട്ടിയുടെ ആൾക്കാരാണ്. നമ്മളെ പോലും അതിന്റെ അകത്തോട്ട് കയറ്റാൻ കൂട്ടാക്കുന്നത്. കാരണം ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഓടിയെത്തുന്ന ആൾക്കാർ ഞങ്ങളാണ്. ഞങ്ങളെപ്പോലും കൂട്ടാക്കാതെ അവരാ ഇത് വെച്ച് മറച്ചു വെച്ചേക്കുന്ന നിലയിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരി, അപകടമൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ സ്മിത, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ് ഈ പനമ്പള്ളി നഗർ എന്ന് പറയുന്നത്. അവിടെയുള്ള ഒരു ഫ്ളാറ്റിനാണ് ഈ രീതിയിലൊരു ഗതി എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. സ്മിത, അതെ, താമസക്കാർ ആരെങ്കിലും ഉടൻ തന്നെ പ്രതികരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും കൊച്ചി പനമ്പള്ളി നഗറിലാണ് ഈ സംഭവം. ഒരുപാട് തിരക്കുള്ള സ്ഥലങ്ങളാണ്. ഫ്ളാറ്റിന്റെ പില്ലർ തന്നെയാണ് തകർന്നിട്ടുള്ളത്. അപകടകരമായ സാഹചര്യം എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഒരു പ്രതികരണം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ പ്രതികരണത്തിലേക്ക് കൂടി ഒന്ന് പോകാം. ഉദ്യോഗസ്ഥരെയും സെക്രട്ടറിയും വിവരം അറിയിച്ചിട്ടുണ്ട്. അവരെന്തായാലും ഇവിടെ സ്ഥലപരിശോധന നടത്തും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ജനങ്ങളുടെ ജീവിതത്തിനെയാണ് നമുക്ക് ഉറപ്പുവരുത്തേണ്ടത്. ഇവരെ റെക്ടിഫിക്കേഷൻ, ഫ്ലാറ്റ് അതോറിറ്റീസ് റെക്ടിഫിക്കേഷൻ വർക്ക് നടത്തുമെന്ന് പറഞ്ഞാലും നമുക്കൊരു ഉറപ്പ് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കോർപ്പറേഷന്റെ ഉന്നത ഉദ്യോഗസ്ഥർ, എഞ്ചിനീയറിംഗ് സെക്ഷൻ ഉദ്യോഗസ്ഥർ എല്ലാവരും പരിശോധനയ്ക്ക് എത്തുന്നതാണ്. അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിനെയും വിവരം അറിയിച്ചിട്ടുണ്ട്. അവരും ഈ സ്ഥല പരിശോധന നടത്തുന്നതാണ്. ഏകദേശം 24 റെസിഡൻസ് ആണ് ആ ഒരു ബ്ലോക്കിലുള്ളത്. ഇപ്പൊ 20 പേര് ഇവിടുന്ന് ഇപ്പൊ പോയി കഴിഞ്ഞു. ബാക്കിയുള്ളവരും കൂടി അവിടുന്ന് മാറുന്നതായിരിക്കും. ആൻമരിയയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.